ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്ന ആളുകൾ ഒരു മരത്തിനരികിലേക്ക് ചെന്നുകൊണ്ട് പ്രാർത്ഥന നടത്തുന്നു. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ആ മരത്തിൽ തൊട്ടിൽ കെട്ടി തൂക്കുന്നു, അവിടത്തേക്ക് ഈത്തപ്പഴം നേർച്ചയാക്കുന്നു. എന്താ ഈ സമുദായത്തിന്റെ വിശ്വാസം? ആ മരത്തിൽ നേർച്ചയാക്കിയാൽ, ആ മരത്തിന് വേണ്ടി നേർച്ചയാക്കിയാൽ, ആ മരത്തിൽ തുണി കെട്ടി തൂക്കിയാൽ സന്താനമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ആര്? ദിവസത്തിൽ പടച്ചതമ്പുരാന്റെ മുമ്പിൽ പരപ്രാവശ്യം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, പടച്ചതമ്പുരാനെ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്ന് പ്രഖ്യാപിക്കുന്നവർ, ദിവസത്തിൽ പല പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്നവർ, തങ്ങളുടെ ജീവിതത്തിൽ പല സമയങ്ങളിലായി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നവർ, അവരാണ് ഈ ഒരു മരത്തിനരികിലേക്ക് ചെന്ന് ആ മരത്തിൽ നിന്ന് ബർക്കത്ത് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം പഠിപ്പിച്ചതാണോ ഇത്? ഇസ്ലാം അത് പഠിപ്പിച്ചില്ല. ഇസ്ലാം അത് പഠിപ്പിച്ചില്ല. ഇസ്ലാം അതിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചില്ല. മറിച്ച് അത്തരം പ്രതീക്ഷകൾ, അത്തരം ബർക്കത്ത് ലഭിക്കുമെന്ന പ്രതീക്ഷകൾ പോലും ശിർക്കിലേക്കാണ് നയിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഹുനൈൻ യുദ്ധത്തിന്റെ സന്ദർഭം സ്വഹാബികൾ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അവർക്ക് ദാത്ത് അൻവാത്ത് ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു മരമുണ്ടാക്കി തരണം. യുദ്ധത്തിന് പോകുമ്പോ വാള് തൂക്കിയിടുന്ന ഒരു മരമാണ്, ഞങ്ങൾക്കും അതുപോലെ ഒരു മരമുണ്ടാക്കി തരണം എന്നവരാവശ്യപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു അക്ബർ, ഹാദാ കമാ ഖാല ഖൗമു മൂസ, ഇത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ആളുകൾ പറഞ്ഞതിന് തുല്യമാണ്. എന്താണ് അവർ പറഞ്ഞത്? അവർക്ക് ഇലാഹുകൾ ഉള്ളതുപോലെ ഞങ്ങൾക്ക് ഇലാഹിനെ ഉണ്ടാക്കി തരണം എന്ന് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ആളുകൾ പറഞ്ഞതിന് തുല്യമായ ശിർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ആ റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നവർ, ആ റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലുന്നവർ, ആ റസൂലാണ് ഞങ്ങളുടെ നബി എന്ന് സാക്ഷ്യം വഹിക്കുന്നവർ, ആ റസൂലിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുന്നവർ, അവരാണ് ഒരു മരത്തിനരികിൽ ചെന്ന് കൈയുയർത്തി നിന്ന് ആ മരത്തെ തൊട്ടു തടവി ആ മരത്തിന് മുന്നിൽ പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി കഴിഞ്ഞുകൂടുന്നത്. അവരാണ് അവിടത്തേക്ക് നേർച്ചകൾ അർപ്പിക്കുന്നത്, അവരാണ് അവിടത്തേക്ക് വഴിപാടുകൾ അർപ്പിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നതോ പണ്ഡിതന്മാരാണ്, സാധാരണക്കാരല്ല. പള്ളികളിൽ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകൾ മതപരമായ തങ്ങളുടെ സംശയങ്ങളുമായി കടന്നു വരുമ്പോൾ അതിന് നിവൃത്തി പറഞ്ഞു കൊടുക്കുന്ന, അതിന് പരിഹാരം നിർദ്ദേശിച്ചു കൊണ്ടിരിക്കുന്ന പള്ളികളിലെ പണ്ഡിതന്മാരും ഇമാമുകളുമാണ് ഇത്തരം ദുർവ്യാഖ്യാനങ്ങൾക്കും ഇത്തരം ദുഷ്ചെയ്തികൾക്കും ഇത്തരം അതിക്രമങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ ഒരു ഖബറിനരികിലാണോ ആളുകൾ ചെല്ലുന്നത്? അല്ല, അവിടെ ഖബറില്ല, ഖബർ നിജപ്പെട്ടിട്ടില്ല എന്ന്, നേരെ മറിച്ച് അതിൽ നിന്ന് അല്പം ദൂരെയായി ഒരു ഖബറുണ്ട് എന്നാണ് അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പള്ളിയിലെ ഖതീബ് തന്നെ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. ഇമാമാണ് ഖതീബ്. ഞാൻ ഇവിടെ വന്നിട്ട് 15 വർഷമായി. പിന്നെ ഈ പള്ളിയുടെ പഴക്കം ആർക്കും അറിയില്ല. ഇവിടെ സാധാരണ കുറെ പഴക്കം ചെന്ന ആളുകൾക്ക് അവരുടെ അവരുടെ പിതാക്കന്മാരിൽ നിന്നും അവർക്ക് ഇതിൻ്റെ പഴക്കം അറിയാൻ സാധ്യമല്ലാത്തതായ ഒരു അനുഭവമാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഖബറുകൾ നിറയെ ഖബറുകളാണ്. അത് ഖബറായിട്ടോടെ നിജപ്പെട്ടിട്ടില്ല, നിജപ്പെട്ടതായിട്ട് കാണില്ല. ഈ പടിഞ്ഞാറ് ഭാഗത്തൊരു ഖബറുണ്ട്, 2 മീസാങ്കല്ലൊക്കെ ആയിട്ട് പള്ളീൻ്റെ തൊട്ട് ചേരയായിട്ട് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ഖബർ കാണാം. പ്രത്യേകിച്ച് ഈ സ്ഥലത്ത് മാനസിക രോഗി, അതായത് പൈശാചികമായിട്ട് പിടിപെട്ട ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ വള്ളിയിൽ പിടിച്ച് അല്പനേരം നിർത്തും. കുട്ടികളില്ലാത്ത ആളുകൾക്ക് അവരവിടെ വന്ന് ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുണ്ടാകും. ഈ തൊട്ടി പോലത്തെ കെട്ടിയത് ഇതെല്ലാം ഓരോരുത്തർ കുട്ടികളുണ്ടാകാൻ വേണ്ടി ദ്വാ ചെയ്തിട്ട് അതുപോലെ തന്നെ ആ തൊട്ടി കെട്ടി പോകണം. തൊട്ടി കെട്ടാതെ പോകുന്ന ആളുകളുണ്ട്. നോക്കൂ, നമ്മൾ ആരാണിത് പറയുന്നത്? ആരാണിത് പഠിപ്പിക്കുന്നത്? ആരാണിതിന് നേതൃത്വം നൽകുന്നത്? ഇമാമുമാരാണ്, പള്ളികളിലെ ഇമാമുമാരാണ്. അവർക്കും വേണമെങ്കിൽ
തങ്ങളുടെ പേരിൽ ഇമാമി എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ സമൂഹത്തിന് മുന്നിൽ ഇറങ്ങിച്ചെല്ലുവാനുള്ള അവകാശമുണ്ട്. അത്തരം ഇമാമുകളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ സമുദായം അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ട അടിസ്ഥാന വിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന രൂപത്തിൽ ഈ മരത്തിനരികിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. മാനസിക രോഗികൾ വന്ന്